എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് കൺഫ്യൂഷൻ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില സിറ്റുവേഷൻ്റെ ബേസിസിൽ ഇനി എന്താണ് മുന്നിലേക്ക് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവാതെ ആകെ ഒരു വിഷമത്തിലാണ് നിങ്ങളിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒന്ന് ഓടിപ്പോവുക, വല്ലത്തേക്ക് ഒളിച്ചു പോയിരുന്നാലോ അല്ലെങ്കിൽ വല്ല മെഡിറ്റേഷൻ എന്നും പറഞ്ഞിട്ട് വല്ലയിടത്തും പോയിരുന്നാലോ, അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുക, ജോലി സ്ഥലത്താണെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് രക്ഷപ്പെട്ട് പോവുക, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അവരായിട്ടുള്ള വർത്താനം തന്നെ അവോയ്ഡ് ചെയ്യുക, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുക. അപ്പം എന്താണ് നിങ്ങൾ അലട്ടുന്നത് അതിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. ലാസ്റ്റിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി ഉള്ള ഒരാൾ വളരെ അടുത്ത് തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി വന്ന് നിങ്ങളുടെ ഇഷ്യൂസിനൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരികയും, അതല്ലെങ്കിൽ ഇത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് മാത്രമാവണമെന്നൊന്നുമില്ല. ചില സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടുന്ന ആ ഒരു ലെസൺ കിട്ടുന്നത് ഒരു ശത്രുവിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയിൽ നിന്നായിരിക്കും. അപ്പോൾ അവർ നമ്മളുടെ മനസ്സ് വിഷമിപ്പിക്കുമ്പോഴായിരിക്കും നമ്മൾ മറിച്ചൊന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമായിരിക്കില്ല. ചില സമയങ്ങളിൽ ശത്രുക്കളിൽ നിന്നും നമുക്ക് ആ ഒരു സഹായം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ളതോ വരാനായിരിക്കുന്ന ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി ഉണ്ട്. ആ ഒരു ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളോ, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും. ഒളിച്ചോട്ടം ഒന്നിനും ഒരു പ്രതിവിധിയല്ല. നമ്മൾ ധൈര്യമായിട്ട് എന്ത് കാര്യത്തിനും ഫേസ് ചെയ്യുക. എല്ലാത്തിനും ഒരു മറുവശമുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാത്തിനും ഒരു മറുവശമുണ്ട്. കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യമായിട്ട് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കാര്യം. എന്ത് വന്നാലും നമ്മളെക്കൊണ്ട് പറ്റും, നമ്മളത് മാനേജ് ചെയ്യും എന്ന് വിശ്വസിച്ചാൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ സഹായിക്കാനുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് വിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.